നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ നമ്മൾ പറയാണ്, എന്താണാവോ ഞാൻ ഇങ്ങനെ, എനിക്കെപ്പോഴും ഇല്ലായ്മയാണ്. എൻ്റെ ഒപ്പം വന്നവർ എത്രയോ പുരോഗമിച്ചു കഴിഞ്ഞു, അവരിന്ന് വലിയ നിലയിലെത്തി, അവരൊക്കെ വലിയ സമ്പന്നരാണ്, കോടീശ്വരന്മാരാണ്, വ്യവസായ പ്രമുഖന്മാരാണ്, പലരും പലവിധത്തിലുള്ള ഉന്നത തലങ്ങളിൽ എത്തി. എന്തേ ഞാനിങ്ങനെ എന്ന് ആരോടായി പരിഭവപ്പെടുന്നത്? നഹ്നു ഖസംന, അല്ല പറയണ, അതിൽ അടിയുറച്ച് വിശ്വസിച്ചോളണം. നഹ്നു, നാമാണ്, ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ മഈശത്ത്, ഓരോരുത്തരുടെയും ഉപജീവനങ്ങൾ, അത് കൃത്യമായി ഓഹരി വെക്കുകയും വിഹിതം വെക്കുകയും ചെയ്യുന്നവർ നാമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് വിധിക്കപ്പെട്ടത് ഒരിക്കലും അത് ഒരൽപ്പം പോലും അതിൽ നിന്ന് കമ്മി വരികയില്ല. ഞാൻ വെപ്രാളപ്പെട്ടത് കൊണ്ട് ഒന്നും എനിക്ക് കൂടാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തമൂതു നഫ്സുൻ, വളരെ ശ്രദ്ധയോടെ കേൾക്കണേ, ലാ തമൂതു നഫ്സുൻ ഹത്താ തസ്തൗഫിയ അഖ്സാ റിസ്ഖഹാ, ഒരാളും മരിച്ചു പോവുകയില്ല. ശരിക്ക് ശ്രദ്ധിച്ചോളിൻ. ഈ ഖുതുബയോടെ മനസ്സ് ശാന്തമാകണം. ദുനിയാവിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുറഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ഹദീസ് പഠിക്കുന്നതോടുകൂടി അത് തിരുത്തി കുറിക്കണം. ലാ തമൂതു നഫ്സുൻ, ഒരാളും മരിക്കുകയില്ല, ഹത്താ തസ്തൗഫിയ, അവന് പരിപൂർണമായും ലഭിക്കുന്നത് വരെ, അഖ്സാ റിസ്ഖഹാ, അതിന് കണക്കാക്കിയ റിസ്ഖിന്റെ അങ്ങേയറ്റം, ഒരു മണി, ഒരു ഫിൽസ് ബാക്കിയില്ലാതെ അവന്റെ ജീവിതത്തിൽ മരിക്കുന്നതിന്റെ മുമ്പ് അവന് കിട്ടാതെ ഒരാളും മരിക്കില്ല. കണക്കാക്കിയത് കിട്ടിയിരിക്കും. വിവരമില്ലാത്ത, വിവേകമില്ലാത്ത, ചിന്തയില്ലാത്ത എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഒരു പക്ഷേ എന്താണതിങ്ങനെ കിട്ടാതെ പിന്തുന്നത് എന്ന് തോന്നിയേക്കാം. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോളും, തരേണ്ടത് തരേണ്ട സമയത്ത് റബ്ബ് നൽകിക്കോളും. അതുകൊണ്ട് വെപ്രാളം വേണ്ട. ഫയാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇത്തഖുല്ലാ, അല്ലാഹനെ പേടിച്ചോളീൻ. എന്തേ സമ്പത്ത് കുറയുന്നത്? എന്തേ ഞാനിങ്ങനെ? എന്നാ പിന്നെ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് ഉഷാറായിട്ടൊന്ന് പണിയെടുക്കാം. ഹറാമും ഹലാലും ഒന്നും നോക്കേണ്ടതില്ല. കാശ് കിട്ടിയിട്ട് പിന്നെ വേണമെങ്കിൽ പരിഹാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വെപ്രാളപ്പെടേണ്ടതില്ല. ഇത്തഖുല്ലാ, അല്ലാഹുവിനെ പേടിച്ചോളൂ. വാജ്മിലൂ ഫി തലബി, അല്ല വിധിച്ചതേ വരൂ എന്ന നിലക്ക് കയ്യും പൂട്ടി അവിടെ ഇരിക്കൊന്നും വേണ്ട. ദുന്യാവിൽ നിനക്ക് തരുന്ന അധ്വാനത്തിന്റെ, ആരോഗ്യത്തിന്റെ, സമയത്തിന്റെ തോതും കണക്കുമൊക്കെ അനുസരിച്ച് നന്നായി ഡ്യൂട്ടിക്ക് പോയിക്കോ, വർക്ക് ചെയ്തോ, തൊഴിലെടുത്തോ. പക്ഷെ അതിലൊക്കെ അജ്മിലൂ ഫി തലബി, ഹലാൽ ഹറാമൊക്കെ നോക്കി ഭംഗിയാർന്ന അധ്വാനമായിരിക്കണം അധ്വാനിക്കേണ്ടത്. അടുത്ത വാചകം നന്നായി ശ്രദ്ധിക്കുക. വലാ യഹ്മിലന്ന അഹദകും, നിങ്ങളിൽ ഒരാളെയും പ്രേരിപ്പിക്കരുത്, ഇസ്തിബ്താഉ റിസ്ഖിഹി, തനിക്ക് കിട്ടിയ ഉപജീവനം കുറഞ്ഞല്ലോ, എന്താ അത് വരാനൊരു താമസം എന്നുള്ള ചിന്ത നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്തിന്? അൻ യഖ്റുജ ഇലാ മാ ഹറമല്ലാഹു അലൈഹി, ഹലാലിൽ നോക്കി മാത്രം, അത് മാത്രം നോക്കി നിന്നിട്ടാണ് ഇപ്പൊ ഇതൊക്കെ. കുറച്ചൊക്കെ ഒന്ന് ഹറാമിൽക്കൊക്കെ ഒന്നാണ് പോണം. ഇതൊക്കെ നോക്കി നിന്നാലൊന്നും ദുന്യാവ് കിട്ടൂല. അതുകൊണ്ട് ഹലാല് ഹറാമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഒന്ന് ഹറാമായത് മാർഗമാണെങ്കിലും കുഴപ്പമില്ല, ഞാനൊന്ന് ഉഷാറായിട്ടൊന്നാണ്ട് ആ മേഖലയിൽക്കൊന്നാണ് നോക്കട്ടെ, പൈസ വരുമോ, അതുപോലെ തന്നെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ കിട്ടോ എന്നൊന്ന് നോക്കട്ടെ എന്നും വിചാരിച്ച് ഹറാമിലേക്ക് എടുത്ത് ചാടണ്ട. ഫഇന്നഹു, എന്താ കാരണം എന്നറിയോ? നീ മനസ്സിലാക്കിക്കോ. ലാ യുദ്റകു മാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലുള്ളത് അത് ദുനിയാവിലാകട്ടെ ആഖിറത്തിലാവട്ടെ ലഭിക്കപ്പെടുകയില്ല, കിട്ടുകയില്ല. ഇല്ലാ ബിത്താഅതിഹി, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചത് ആ മാർഗത്തിലൂടെ അല്ലാതെ നിനക്ക് കിട്ടൂല. ഹറാം ചെയ്തിട്ടത് കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. റബ്ബിനെ ധിക്കരിച്ചിട്ട് നീ ഒരുപാട് ഉഷാറായിട്ട് എന്നാ പിന്നെ കാണിച്ചു തരാം എന്ന മട്ടിലൊന്ന് ഇറങ്ങി നോക്കി, നിനക്കത് ഉപകാരപ്പെടില്ല. ഒരുപക്ഷെ ബാലൻസിൽ പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. പക്ഷേ മല പോലെ വരും, മഞ്ഞ് പോലെ അതങ്ങ് പോക്കിക്കളയുവാൻ റബ്ബിന് കഴിയും. അതുകൊണ്ട് ഹറാമിലൂടെ ഒരു ഫിൽസ് ഉണ്ടാക്കണ്ട, ഹലാല് മാത്രം മതി. വെപ്രാളപ്പെടുന്നും വേണ്ട. അല്ല കണക്കാക്കിയ ആയുസ്സുണ്ടല്ലോ, അവസാന ശ്വാസം വരെ നീ വലിച്ചേ മരിച്ചു പോവുകയുള്ളൂ. അല്ല കണക്കാക്കിയ ഉപജീവനുണ്ടല്ലോ, അത് പൂർണ്ണമായി നിനക്ക് കിട്ടിയേ നീ മരിക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ അളവും തോതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് എന്ത് വേണം?
അള്ള കണക്കാക്കിയ സമയത്ത് മരിക്കും എന്ന് പറഞ്ഞിട്ട് രോഗമൊന്നും വന്നാൽ ചികിത്സിക്കാതെ ഇരിക്കണം എന്നാണോ? അല്ല, ചികിത്സിക്കണം, ആരോഗ്യം നിലനിർത്തണം, വേണ്ടതൊക്കെ ചെയ്യണം. അതേപോലെ അള്ള കണക്കാക്കിയ റിസ്ക്കിൽ ഒന്നും കൂടൂല കുറയില്ല എന്നല്ലേ ഇപ്പം എന്ന് പറഞ്ഞത്. നാം പിന്നെ പണിയൊന്നും എടുക്കണ്ട എന്നാണോ? അതുമല്ല, നന്നായി അധ്വാനിക്കണം. അള്ളാഹു അതും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പണിയെടുക്കണം, അധ്വാനിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ മാനദണ്ഡം ഒന്നാണ്, ഹലാല് നോക്കണം, ഹറാമിലേക്ക് ചാടരുത്. ഇത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എത്ര കിട്ടിയോ അതാണ് നമുക്ക് ഖൈറ്. ഇപ്പൊ എത്രയാണോ ഉള്ളത് അതാണ് എനിക്ക് എൻ്റെ റബ്ബ് ഖൈറായി കണ്ടിട്ടുള്ളത്. നാളെ വരുന്നുണ്ടോ? അതായിരിക്കും ഖൈറ്. ഇനി അതല്ല, ഇല്ലേ, അതിലായിരിക്കും ഖൈറ്. അതൊക്കെ റബ്ബാണ് തീരുമാനിക്കുന്നത് എന്ന്. നമ്മുടെ ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ നമ്മളിങ്ങനെ നിരത്തി വെക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഇക്കാര്യം മനസ്സിനെ പഠിപ്പിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിടയിൽ എല്ലാം കൃത്യമായി വീതിച്ചിട്ടുണ്ട്. അത് റഹ്മാനായ റബ്ബിന്, അവന് കൃത്യമായ അറിവുമുണ്ട്. ഇനി റിസ്ഖ് എന്ന് പറയുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന റിസ്ഖ് എന്ന് പറയുമ്പോൾ അത് ഭക്ഷണമോ കേവലം ധനമോ മാത്രമൊന്നുമല്ല. അതിലൊന്നും ഒതുങ്ങി നിൽക്കുന്നതല്ല റബ്ബിന്റെ റിസ്ഖ്, റബ്ബിന്റെ ഓശാരം, അവന്റെ ഔദാര്യം, അവന്റെ ദാനം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും പ്രബലമായത്, ഏറ്റവും പ്രധാനമായത് സുദൃഢമായ ഈമാൻ അല്ലാഹു നമുക്ക് നൽകലാണ്. ഈമാനും യഖീനും അതിൽ പെടുന്നു. ആഫിയത്തോടുകൂടെയുള്ള ജീവിതം, ആരോഗ്യം അതിൽ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ വിജ്ഞാനം, സൽസ്വഭാവം, വിവാഹം, ഇണകൾക്കിടയിലുള്ള സ്നേഹം, നമുക്ക് ലഭിക്കുന്ന സന്താനങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ബുദ്ധികൂർമ്മത, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനുള്ളൊരു മനസ്സ്, നിർഭയത്വം, നല്ല നേതൃത്വം, സുഭിക്ഷയോടെ ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത്, സമൂഹത്തിൽ സൽപേര്, സൽകീർത്തി, ജനങ്ങൾ സ്നേഹിക്കുക എന്നുള്ളത്, സ്നേഹിക്കപ്പെടുക എന്നുള്ളത്, മറ്റുള്ളവർക്കിടയിലും പരസ്പരം സ്നേഹം നമുക്ക് കൊടുക്കാനും ജീവിതത്തിൻ്റെതായ വിവിധ ഘട്ടങ്ങളിൽ ആ ഒരു പെരുമാറ്റ മര്യാദകൾ പാലിക്കുവാനുമൊക്കെ കഴിയുക എന്നുള്ളതും, ഇതൊക്കെ റബ്ബ് തരുന്ന റിസ്ഖിന്റെ വിശാലമായ മേഖലകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടുമ്പോൾ, ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ മനസ്സ് ടെൻഷനാകുന്നവർ ശ്രദ്ധിക്കുക. ഈ ടെൻഷൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒന്നും അധികം കിട്ടൂല, ഉള്ളതൊന്നും കുറയാനും പോകുന്നില്ല.